ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സാധാരണയായി വീട്ടിൽ ഒറ്റയ്ക്കാണ്, രാവിലെ എഴുന്നേറ്റു, പക്ഷെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. എന്നാലും നിങ്ങളെ വയറ് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. അങ്ങനെയുള്ള ഒരു അവസരത്തില് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന വളരെ പോഷക സമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇത് സാധനം വളരെ അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലും വേണമെന്നുണ്ടെങ്കിലും ചായയുടെ കൂടെയും ഇത് കഴിക്കാം. ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വല്പം വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. എന്തായാലും അതിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് 5 ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ സാധാരണമായിട്ട് ഉള്ള സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാനായിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ബ്രെഡ് സാധാരണയായിട്ട് നമ്മൾ വീറ്റ് ബ്രെഡാണ് എടുക്കേണ്ടത്. വീറ്റ് ബ്രെഡിന് കൂടുതൽ ടേസ്റ്റും കാണും, അത് കൂടുതൽ ഫൈബറും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വീറ്റ് ബ്രെഡ് തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഒരു മുട്ട വേണം, പാല് വേണം. പാല് ഞാനൊരു 1/4 ഗ്ലാസോളം പാലെടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം പഞ്ചസാര വേണം. പിന്നെ നെയ്യ് വേണം. നെയ്യാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മൾ ഒരു ദിവസം 1 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ആരോഗ്യവാനായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും നമ്മൾ ദിവസം യൂസ് ചെയ്യണം. അപ്പൊ ഈ 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഈ ബൗളിനകത്തിടാം. ഇത് നല്ലപോലെ നമ്മൾ അടിച്ചെടുക്കാം. അതിനകത്ത് നല്ല കട്ടിപ്പാല്, ഒരു കാരണവശാലും വെള്ളം നമ്മൾ ഒഴിക്കരുത്. നല്ല കട്ടിപ്പാൽ എടുക്കുക, പാലൊഴിക്കുക. വീണ്ടും അതിനെ നമ്മൾ മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് പഞ്ചസാര ഇടാം. നല്ലപോലെ ഇതുപോലെ കലക്കുക. മുട്ടയും പഞ്ചസാരയും പാലും, കുറച്ചുകൂടെ പാലിടാം നമുക്ക്. 4 ബ്രെഡിന് 1 മുട്ടയുടെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ബ്രെഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ട ഇടാം. മുട്ട കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അതിലേക്ക് ഞാൻ കലക്കി വെച്ചു. പിന്നെ ഞാൻ സ്റ്റൗ കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഓരോ ബ്രെഡ് എടുത്ത് ഈ മുട്ടയിൽ ഇങ്ങനെ മുക്കണം. അതോടൊപ്പം നമ്മൾ നല്ല ശുദ്ധമായ നെയ്യാണ്. ശുദ്ധമായ നെയ്യ് ഒരു 1/2 ടീസ്പൂൺ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ നെയ്യുടെ പുറത്തോട്ട് നമ്മൾ ഈ ബ്രെഡ് എടുത്ത് വെക്കുകയാണ്. നെയ്യുടെ പുറത്തോട്ട് നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചു. കുറച്ച് ഈ ക്രീം, മുട്ടയും പാലിന്റെ ക്രീം നമുക്ക് ഇതിന്റെ മേളിൽ ഒഴിക്കുക. ഇനി അടുത്ത ഒരു ബ്രെഡ് എടുക്കുക. വീണ്ടും മുട്ടയും പാലിൽ ഒഴിക്കുക, മിക്സ് ചെയ്യുക. വീണ്ടും കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് കുറച്ച് ലാവിഷായിട്ട് ഇടുന്നത് നല്ലതാണ്. കാരണം ഈ നെയ്യെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ തന്നെ പോകും, നിങ്ങൾ പുറത്തൊന്നും പോകത്തില്ല. അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലാവിഷായിട്ട് വേണം ഇതൊക്കെ, എങ്കിലേ ടേസ്റ്റ് കിടത്തുള്ളൂ. ഈ നെയ്ക്കകത്ത് ഇതുപോലെ ലോ ഹീറ്റിൽ വെച്ച് നമ്മൾ പൊരിക്കണം. ഇതുണ്ടോ, ലോ ഹീറ്റിൽ വെച്ച് നമ്മളിത് പൊരിക്കണം. ഇതിങ്ങനെ കുറച്ച് പൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ തിരിച്ചിടാം. ഒരു സൈഡ് ഏതാണ്ട് മൊരിഞ്ഞ് വന്നെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ എന്തായാലും തിരിച്ചിട്ട് നോക്കാം. ഫ്ലെയിം എപ്പോഴും നിങ്ങൾ വളരെ കുറച്ചേ വയ്ക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിന്റെ ടേസ്റ്റ് ഇല്ലാതാവും. ഇത് കണ്ട, ഇപ്പൊ ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡ് കണ്ട, ഒരു സൈഡ് മൊത്തം ബ്രൗണിഷ് ആയതല്ല. ഒരു സൈഡ് മൊരിഞ്ഞ് വന്ന് നമ്മൾ മറ്റേ സൈഡ് നമ്മൾ മൊരിക്കാനിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സൈഡ് മൊരിഞ്ഞോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഞാൻ
മറിച്ചിടാൻ പോവുകയാണ്. കണ്ടാ, ആ സൈഡ് ഏതാണ്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വെക്കുന്നതാണ് നല്ലത്. കഴിക്കാനായിട്ട് എളുപ്പം ഈ സോഫ്റ്റ് ആണ്. കൂടുതൽ നമ്മൾ കടക്കായി കഴിഞ്ഞാൽ, അതായത് ഹാർഡായി കഴിഞ്ഞാൽ കഴിക്കാനൊരു സുഖം കാണത്തില്ല. അതുകൊണ്ട് നമുക്കിത് എടുക്കാം. 2 ടോസ്റ്റായി. ഇതുപോലെ നമ്മൾ ഈ 2 ബ്രെഡും ഇതിനകത്ത് മുക്കിയിട്ട് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ നെയ്യാണ്. നമ്മളെപ്പോഴും ശുദ്ധമായ നെയ്യ് എടുക്കണം. നെയ്യ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നെയ്യ് ആവശ്യം പോലെ നിങ്ങൾക്ക് കഴിക്കാം, ഒരു പ്രശ്നമില്ല. പഞ്ചാബികളെ കണ്ടിട്ടില്ല, അവർ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യും പാലുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവരൊരിക്കലും തടി വയ്ക്കാറില്ല. അതിപ്പോഴും നെയ്യും പാലും കഴിച്ച് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ 2 ബ്രെഡ് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സസ് ആയിട്ട് നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആ പാല് വേസ്റ്റ് ആക്കണ്ട. പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുട്ടയും പാലും കൂടി ചേർന്നില്ല. അപ്പൊ ഇതൂടെ മൊരിഞ്ഞ് വരട്ടെ. രണ്ടാമത്തെ ബ്രെഡും ഒരു സൈഡ് നല്ലവണ്ണം മൊരിഞ്ഞ് വന്നെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അത് ഭയങ്കര ചൂടാണ്. നല്ലവണ്ണം മൊരിഞ്ഞത്. സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു സൈഡ് മാത്രമേ മൊരിക്കാറുള്ളൂ. രണ്ടാമത്തെ സൈഡ് ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡ് നല്ല മൊരിഞ്ഞിരിക്കണം, ഒരു സൈഡ് സോഫ്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കാനൊരു സുഖമുള്ളൂ. അങ്ങനെ വളരെ സിമ്പിളും ന്യൂട്രീഷ്യനുമായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എന്ത് രസമുണ്ട് കാണാൻ, കഴിക്കാനും അതുപോലെ രസമാണ്. ഞാൻ വെറും 10 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ചോയ്സായിട്ട് ഒരു സാധനം കൂടെ ചേർക്കാൻ പോവുകയാണ്. അതായത് തേൻ. എനിക്ക് തേൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തേൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഒഴിക്കുകയാണ്. കുറെ കൂടെ ടേസ്റ്റ് വരും തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ. ബ്രെഡ് ടോസ്റ്റിന് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവനെ എടുത്ത് കഴിച്ചു നോക്കാം. വളരെ സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്. ഒന്നും പറയണ്ട, വെറുതെ കഴിച്ചാൽ മതി. ചവയ്ക്കാതെ തന്നെ തൊണ്ടയ്ക്കകത്തൂടെ ഇറങ്ങിപ്പോകും. അത്രയ്ക്ക് രുചിയുള്ള സാധനം. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കുക മാത്രമല്ല, പരീക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡാണ്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. കാലറി വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലത്തെ ഏത് ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ കാലറി രാവിലെ കിട്ടും. അതുപോലെ തന്നെ പോഷക സമൃദ്ധവുമാണ്. എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ നമസ്കാരം.